എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ രാത്രിയൊക്കെ ഇത്രയായിട്ട് നമ്മൾ നല്ലൊരു പുതിയ വീഡിയോ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഒരു കുടിക്കാനുള്ള സാധനം ഉണ്ടാക്കാൻ പോവാണ്. അതിന് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പുട്ടുകുറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മത്തങ്ങയുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മത്തങ്ങയും പുട്ടുകുറ്റിയും പ്രഷർ കുക്കർ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അതൊക്കെ കൂടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ. ഒരു രാത്രിയില് നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പൊ ഇടയ്ക്ക് ഞാൻ ഇതിവിടെ ഉണ്ടാക്കാറുള്ളതാണ്, ഞാനാണ് ഇത് ഉണ്ടാക്കാറ്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞ് എടാ ഉണ്ടാക്കാവൂന്ന് ചോദിച്ചു. കാരണം ഞങ്ങൾ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അവിടെ. അപ്പൊ ബിഗ് ബോസ് കണ്ടോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് അമ്മ പറഞ്ഞു എടാ കുറച്ച് നീ ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കാറുള്ള പോലത്തെ മത്തങ്ങ ഇരിപ്പുണ്ടല്ലോ ഒന്ന് ഉണ്ടാക്കാവോന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വന്നിരിക്കുവാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മത്തങ്ങ കുറച്ച് എടുത്തിട്ടുണ്ട് നമ്മള്. ഇത് അത്യാവശ്യം നല്ല പഴുത്ത മത്തങ്ങ അല്ലേ. അപ്പൊ പഴുത്ത മത്തങ്ങ നമ്മളിത് കുറച്ച് അരിഞ്ഞ മത്തങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പ്രഷർ കുക്കറിന്റെ അകത്ത് അത്യാവശ്യം പുട്ട് പുഴുകാൻ വെള്ളം ഒഴിക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പുട്ടുകുറ്റി നമുക്ക് അടുപ്പിലേക്ക് അങ്ങ് വെക്കാം ആദ്യം തന്നെ. അപ്പൊ ഇത് നിങ്ങൾ കാണണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമന്റ് അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലേ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് നമ്മൾ അങ്ങനെ ഉണ്ടാക്കാൻ പോവാണ്. വെറുതെ മത്തങ്ങ അതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മളിത് മത്തങ്ങ ആവശ്യത്തിന് മത്തങ്ങ നമ്മൾ അതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അടയ്ക്കാൻ പോവാണ്. അടച്ചിട്ട് നമ്മൾ പുട്ട് പുഴുങ്ങണ പോലെ ഈ മത്തങ്ങനെ ആദ്യം തന്നെ നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോവാണ് അല്ലേ. അപ്പൊ നമ്മളിത് പ്രഷർ കുക്കറിനകത്ത് വെള്ളം വെച്ചിട്ട് പതുക്കെ ആവി വന്നിട്ടുണ്ട്. അപ്പൊ ഈ പുട്ടുകുറ്റിയിലെ മത്തങ്ങ നമുക്ക് ആവിയെ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേറൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾക്ക് ഇത് ആക്ച്വലി നമ്മൾ സത്യം പറഞ്ഞാൽ ഈ മത്തങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. അതുകൊണ്ട് തന്നെ പുട്ടുകുറ്റി വേണമെന്നില്ല, അപ്പത്തട്ടിൽ വേണമെങ്കിലും വെച്ച് വേവിച്ചെടുക്കാം അല്ലെ. ഇഡലി പാത്രത്തിന്റെ അകത്ത് വേണമെങ്കിലും വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ സ്റ്റീമർ ഉണ്ട് സ്റ്റീമറിന്റെ അകത്തിട്ട് വേവിക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. പക്ഷെ വെള്ളത്തിന്റെ അകത്ത് ഇട്ട് വേവിക്കരുത്, വെള്ളത്തിന്റെ അകത്തേക്ക് ഇട്ട് വേവിക്കരുത്. അല്ലാതെ ആവിയിൽ എങ്ങനെ വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മത്തങ്ങയും പുട്ടുകുറ്റികൾ നമ്മുടെ കുക്കറിന്റെ മുകളിലേക്ക് വെക്കാം. ഇതാകുമ്പോ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പെട്ടെന്ന് പുഴുങ്ങിയെടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പൊ നമ്മുടെ മത്തങ്ങ അതേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമ്മൾ ഇനി എടുത്തിട്ട് ചട്ടിയിലോട്ട് കുടഞ്ഞിടാൻ പോവുക. അങ്ങനെ നമ്മുടെ മത്തങ്ങയൊക്കെ അങ്ങനെ നന്നായിട്ട് പുറത്തിരുന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മത്തങ്ങ എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ പോവാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് പഴം ഇരിപ്പുണ്ട് കേട്ടോ. ഇതിപ്പോ പാളയംകോടൻ പഴമാണ് അല്ലേ മേ. ഞാലിപ്പൂവിനാണേലും പാളയംകോടനാണേലും ഏതാണേലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഒരു ഞാലിപ്പൂവും പഴവും കൂടെ നമുക്ക് അതിന്റെ കൂടെ ഇടാം. പഴം ഇടണം നിർബന്ധമൊന്നുമില്ല സത്യം പറഞ്ഞല്ലേ. ഒരു പാളയംകോടൻ പഴം. അത് തന്നെ, പഴം ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു പഴവും കൂടെ നമ്മൾ ഇട്ടു. അങ്ങനെ നമ്മുടെ ജാറിന്റെ അകത്ത് നമ്മൾ പഴം ഇട്ടിട്ടുണ്ട്, മത്തങ്ങ ഇട്ടിട്ടുണ്ട്. ഒരു ഏലക്കായ ഇടാം. ഒറ്റ ഏലക്ക മതി അല്ലേ. ഒരു ഏലക്കായും കൂടെ നമ്മൾ ഇടുവാണ്. ഒരു ഏലക്കായും കൂടെ അതിന്റെ അകത്ത് ഇട്ടു. ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പാൽ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ആൾക്കാർ ഷെയ്ക്ക് ഒക്കെ അടിക്കുന്നെങ്കിൽ കട്ടപ്പാലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഉപയോഗിക്കുന്നത് നോർമൽ നന്നായിട്ട് നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന് തണുത്ത പാലാണ്. നമ്മൾ ഇതൊരു ഡ്രിങ്ക് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ പാലൂടെ അമ്മ ഒഴിക്കാം. അപ്പൊ നമ്മൾ ഒരു 1.5 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിനകത്ത് ഇടാൻ പോവാണ്. നമ്മൾ മധുരം ഇച്ചിരി കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം അല്ലെ. അപ്പൊ നമ്മള് ഒരു 1.5 സ്പൂൺ മധുരമാണ് ഇട്ടിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അടിച്ചെടുക്കാൻ പോവാണ് അല്ലെ. അങ്ങനെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ മിക്സ് എല്ലാം കൂടെ കൂടി നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഈ മിക്സിൻ്റെ അകത്തേക്ക് നമ്മൾ ഇതേ കാണുന്ന ബൂസ്റ്റ് ഇല്ലേ, ബൂസ്റ്റിൻ്റെ സാഷ പാക്കറ്റ്, ഈ ബൂസ്റ്റിൻ്റെ ഒരു സാഷ പാക്കറ്റും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ
ഇതിനും മധുരം ഉള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനും മധുരമുണ്ട്, നമ്മൾ ആദ്യം ഇടുന്നതിനും മധുരമുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂടി ഒന്ന് ബാലൻസ് ആയി പോകുന്ന രീതിയിൽ വേണം നമ്മൾ ഷുഗർ ആഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് നമ്മൾ സാധാരണ വേറെ ഒന്നും നമുക്കില്ല. കുറച്ച് ഈന്തപ്പഴം ഉണ്ട്, ഈന്തപ്പഴമോ അല്ലെങ്കിൽ കിസ്മിസോ അണ്ടിപ്പരിപ്പോ ബദാമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇടാൻ പോണ ഈന്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഈന്തപ്പഴം നമ്മൾ കുറച്ച് ടോപ്പിങ്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അമ്മ. അങ്ങനെ നമ്മുടെ രാത്രി കഴിക്കാനുള്ള ഡ്രിങ്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഒഴിക്കുവാണോ അമ്മേ? ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഒരു കാര്യമുണ്ട്, 2 ഗ്ലാസ് ഉള്ളൂ കേട്ടോ, എനിക്കും അമ്മയ്ക്കും മാത്രമേ ഉള്ളൂ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അച്ഛൻ കഴിക്കത്തില്ല. അച്ഛന് തണുപ്പുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇത് അച്ഛന് വേണ്ട. അപ്പോൾ ഇത് വലിയൊരു തണുപ്പെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഐസായിട്ടുള്ള പാലല്ല, നമ്മൾ കട്ടപ്പാലല്ല യൂസ് ചെയ്തേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു തണുപ്പില്ല, എങ്കിലും തണുപ്പുണ്ട് രാത്രിയിൽ. അപ്പോൾ അതെ ടോപ്പിങ്സ് അമ്മ ഇടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇട്ടോമ്മേ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഈന്തപ്പഴം കൂടി ഇട്ട ഉടനെ തന്നെ അത് അടിയിലേക്ക് പോയിട്ടുണ്ട്. കാരണം പാല് കട്ടയല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ടപ്പാലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം അല്ലേ? അപ്പോൾ ഒരു ഷെയ്ക്ക് മോഡലിൽ കിട്ടും. രാത്രിയിൽ നമ്മൾ അത്രയും തണുപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അത് തന്നെ. അപ്പോൾ ഇത് നമുക്കൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് രാത്രിയിൽ നിന്ന് നമുക്ക് കഴിക്കാം. പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ഇത്രയും തണുപ്പ്. സത്യത്തിൽ അമ്മ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കാനാണ് അമ്മയ്ക്ക് രാത്രിയിൽ ഇഷ്ടം. കാര്യം പറഞ്ഞ പോലെ സൂപ്പോ ജ്യൂസോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡ്രിങ്കുകളൊക്കെയാണ് കൂടുതലും അമ്മ കഴിക്കുന്നത്. അമ്മയ്ക്കാണ് ചോറിനോടൊന്നും വലിയ പ്രിയം ഇല്ല അല്ലേ? ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി, നമുക്ക് ഒരു പരവേശവും ഇല്ല, തണുപ്പൊക്കെ ഉള്ളിലായി. അപ്പൊ നോക്കിയേ, ഞങ്ങളുടെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു തരുന്നു. കാര്യം പറഞ്ഞാൽ എന്തായാലും ഞാനും അമ്മയും കൂടെ ഉണ്ടാക്കിയ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പംകിൻ ജ്യൂസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വേണമെങ്കിൽ അല്ലേ. അപ്പൊ നമ്മൾ ഇതിനകത്തൊരു ബനാനയും ബൂസ്റ്റും ഒക്കെ ആഡ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഇത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ലതാണ്. നമ്മൾ ഇച്ചിരി ലൂസ് ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയത്, രാത്രി ആയതുകൊണ്ട് തന്നെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ട് ഉണ്ടാക്കാം. അമ്മ ഒന്ന് കുടിച്ചു നോക്കിയാമേ. ഞങ്ങൾക്ക് ഷേക്ക് സ്പൂൺ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ, നമ്മൾ ലോങ് സ്പൂൺ ഒക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ കുടിക്കാറ്. എങ്ങനെയുണ്ടമ്മേ? നല്ല പഞ്ചാമൃതം കഴിക്കുന്ന ടേസ്റ്റ് ആണ് ഇതിനല്ലേ? ഈ പഞ്ചാമൃതത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ അങ്ങനെ മത്തങ്ങയാന്ന് ആരും പറയത്തില്ല. അപ്പൊ നമ്മുടെ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ഡ്രിങ്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതുപോലത്തെ കുറെ ഡ്രിങ്ക്സുകൾ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതിന് പിന്നിൽ ഒരു രഹസ്യം കൂടി ഉണ്ട്. ഞങ്ങൾക്ക് കുറെ അധികം ഡ്രിങ്ക്സുകള് സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ള ചില കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ലൈഫിലുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം പറയാം, പിന്നീട് ഒരു ദിവസം അല്ലേ. അപ്പോൾ അത് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ജ്യൂസും ഒക്കെ കുടിച്ച് നമ്മൾ അങ്ങനെ ഇരിക്കാൻ പോവാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്. അമ്മേനെ ഓർമ്മിപ്പിക്കുമായിരുന്നു കമന്റിന്റെ കാര്യം പറയാനായിട്ട്. അപ്പോൾ കമന്റ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബായ്. അമ്മ ആ ഷേക്കിന്റെ അകത്ത് ഇച്ചിരി ജ്യൂസ് ജാറിലുണ്ടായിരുന്ന ഇച്ചിരി ഉണ്ടായിരുന്നു, അതും കൂടെ ആ പാത്രത്തിൽ കളയാതെ ഊറ്റി ഒഴിച്ചു.